ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയ പഴവും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടോ ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ പറയുക, റോബസ്റ്റ പഴം കേട്ടോ. ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് ചെറുപഴം വേണമെങ്കിലും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നല്ല പഴുത്ത് കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ അതും യൂസ് ആക്കാവുന്നതാണ്. പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം ഇതിനായിട്ട് എടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് 3 ചെറിയ റോബസ്റ്റ പഴമാണ്. സാധാരണ നമ്മുടെ എന്താ പറയുക, മൈസൂർ പഴത്തിൻ്റെയൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. ചെറിയ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫോർക്കോ കൊണ്ടോ നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നല്ല ചെറുതാക്കി ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു സ്നാക്കിനായിട്ട് 2 പച്ചമുളകാണ് എടുക്കുന്നത്. പാകത്തിനുള്ള അത്യാവശ്യം എരിവുണ്ടാകും. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഈ സവാള നമുക്കൊന്ന് കട്ടാക്കിയിട്ട് ചെറിയതായിട്ട് കട്ടാക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വലിയ പീസാക്കണ്ട, ചെറിയതായിട്ട് കുനുകുനാന്ന് ചെറുതാക്കി കട്ടാക്കിയിട്ട് നമുക്ക് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സവാള ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് കട്ടാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള ഇതിലേക്ക് കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. ആ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് കുറേ ചേർക്കേണ്ട ആവശ്യമില്ല. പഴത്തിന് ചെറിയ മധുരം ഉണ്ടല്ലോ, അത്യാവശ്യം മധുരം ഉണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ഒന്ന് പാകത്തിന് ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ യൂസ് ആക്കാം, കടലമാവ് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ഞാൻ കടലമാവ് വെച്ചും ഉണ്ടാക്കി നോക്കിക്കണു, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിക്കണു, മൈദ വെച്ചിട്ടും ഉണ്ടാക്കി നോക്കിക്കണു. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് മൈദ വെച്ചിട്ട് റെഡിയാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ മൈദയിൽ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സ്നാക്കൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഏത് സാധനമാണെങ്കിലും റെഡിയാക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഒന്ന് റെഡിയാക്കി നോക്കും. എന്നിട്ട് എനിക്കത് നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ടെങ്കിലാണ് ഞാനത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഗോതമ്പ് പൊടിയും കടലമാവും വെച്ച് ചെയ്തതും ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് മൈദ വെച്ച് ചെയ്തത്ര ടേസ്റ്റ് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ മൈദ വെച്ച് തന്നെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് യൂസ് ആക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ കടലമാവോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം കേട്ടോ. ടേസ്റ്റ് മൈദയാന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഞാൻ ഇതിലേക്ക് 3 ഇതുപോലത്തെ ചെറിയ കയ്യിൽ, വലിയ കയ്യിലല്ല കേട്ടോ, അത് ചെറിയ കയ്യിലാണ്. ചെറിയ കയ്യിലിന് 3 എണ്ണം ഇട്ട് കൊടുത്തു, 3 കയ്യിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് പാകമല്ല, അപ്പം കുറച്ച് ഒരു കയ്യിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഈ ഉള്ളിയൊക്കെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം, ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ്. അപ്പോൾ പഴമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം. ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഓയിലിൽ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇത് ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ, ഒരുപാട് ഓയിൽ വേണ്ട, കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണയും യൂസ് ആക്കാവുന്നതാണ്. ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങും, അതിനാണ് ഇട്ട് കൊടുത്തത്. നമ്മുടെ മാവിലേക്ക് കറിവേപ്പില ചേർക്കണ്ട, എണ്ണയിലേക്ക് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് കോരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ട പോലെ അല്ലാതെ ഇങ്ങനെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കണ്ടോ, സ്പൂണോട്ട് ഇങ്ങനെ ഒന്ന് കോരിയാൽ മതി. ഇനി സ്പൂണിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് മാവിൽ കോരിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നല്ല സിമ്പിളായിട്ട് സ്പൂണിൽ നിന്ന് പോന്ന് കിട്ടിക്കോളൂ കേട്ടോ. അപ്പം ഞാനിത് ഇതിൽ ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിരുന്നു. അത് എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ സ്കിപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും
ഒരു 2 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തോണ്ട് നല്ലതാണ്. നല്ല സോഫ്റ്റും ആകും, നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും കേട്ടോ. അപ്പസോഡ ചേർത്ത ഭാഗം സ്കിപ്പായി പോയതാണ് കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതൊന്നും ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കാൻ മതി. ഹൈ ഫ്ലെയിമിലും വെക്കണ്ട, ലോ ഫ്ലെയിമിലും വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. എണ്ണ ഒരുപാട് അങ്ങോട്ട് ചൂടായി പോകണ്ട, അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട പറഞ്ഞത് കേട്ടോ. ഇതിവിടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. വളരെ സിമ്പിളാണ്, നല്ല വെറൈറ്റിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം, നല്ല ടേസ്റ്റുമാണ്. ഇപ്പം പഴമൊക്കെ പഴുത്ത് കറുത്ത് പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ, ചെറുപഴമാണെങ്കിലും ഇപ്പം നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. കുറച്ചായിട്ട് സ്പൂണിൽ ഇങ്ങനെ കോരി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൂണിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ സ്പൂണൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് കോരി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം മുഴുവനും ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാനായിട്ട്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് അല്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഇത് കുറേ അധികം തിന്നുപോകും, അത്രയും ടേസ്റ്റാണ്. ആ ഉള്ളിയും ആ പഴത്തിൻ്റെ മധുരവും എന്താ പറയുക മുളകിൻ്റെ ആ എരിവും എല്ലാം പഠിച്ചിരുന്ന ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.